ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ച ഒരു കാര്യമാണ്. വോളിയം 7 അപ്പം അതില് ശ്രീല പ്രഭുപാദ് ന്യൂ ദ്വാരകയിലുണ്ടായിരുന്ന സമയം ലോസ് ആഞ്ചൽസിലുള്ള ടെമ്പിളാണ് ദ്വാരക. ആ സമയത്ത് ലോസ് ആഞ്ചൽസ് ആണ് ഇസ്കോണിന്റെ വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഈ നഗരസങ്കീർത്തനവും ഇതുമെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെ പിന്നെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം വന്നതാണ്. അപ്പൊ ആ ഒരു ടെമ്പിളിനെ മോഡലായിട്ട് ശ്രീല പ്രഭുപാദ് കൊണ്ടുപോകാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ആദ്യ കാലഘട്ടത്തില് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് ഒരു കാര്യം പറയുന്നുണ്ട്. ആദ്യ കാലഘട്ടത്തില് ജയാനന്ദ പ്രഭു ആയിരുന്നു ആകെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ടെമ്പിളിന് ഫണ്ട് തീരെ കുറവായിരുന്നു. അപ്പം പ്രഭുപാദ് പറഞ്ഞു എല്ലാ ബ്രഹ്മചാരീസും പോയി വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. അപ്പം ഓരോരുത്തരും ഓരോ ജോലി എടുക്കാനായിട്ട് തുടങ്ങി. വിഷ്ണുജന മഹാരാജ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ബാമ്പുവിന്റെ ഫ്ലൂട്ട് ഉണ്ടാക്കിയിട്ട് അത് ഓരോരോ സ്ഥലത്ത് പോയി വിൽക്കുന്ന, എന്നിട്ട് അദ്ദേഹം അത് വായിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയും അത് കൊടുക്കുകയും ചെയ്യും. തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജിന് കിട്ടിയ ജോലി കൊഡാക്ക് കമ്പനിയിൽ ജോലിയാണ് കിട്ടിയത്. അങ്ങനെ പലരും പല പല ജോലികൾ എടുത്തിട്ട് ആ ടെമ്പിളിനെ മെയിൻറ്റെയിൻ ചെയ്യാം. ബ്രഹ്മചാരീസാണ് എങ്കിലും പുറത്തുപോയി ജോലി, കാരണം ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തു. ഇപ്പൊ കുറെ ആയപ്പോ 1 മാസമൊക്കെ ആയപ്പോഴേ അവരാകെ ഇതായി ഫ്രൈഡായി. അപ്പോഴത്തേനും ഗർഗമുനി പ്രഭു പ്രഭുപാദിനെ കാണാനായിട്ട് വന്നു. മോൺട്രിയൽ ഉണ്ടായിരുന്നു ആ സമയത്ത് പ്രഭുപാദ്, കാനഡയിൽ. പ്രഭുപാദിനെ കണ്ട് ഇങ്ങനെ ഡിവോട്ടീസ് പുറത്തുപോയി അവർക്കത് പറ്റുന്നില്ല പ്രഭുപാദ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് പ്രഭുപാദ് പറഞ്ഞത്, നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും സ്ട്രീറ്റിൽ പോയിട്ട് സങ്കീർത്തനം ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണ് സങ്കീർത്തനം തുടങ്ങിയത്. അപ്പോൾ ഡിവോട്ടീസ് എല്ലാം പോവുകയും സങ്കീർത്തനം ചെയ്യുകയും അത് കളക്ട് ചെയ്യുകയും ഇതെല്ലാം അങ്ങനെ ചെയ്തു. അപ്പൊ അവിടെ തന്നെ വെച്ച് വേറൊരു ഇൻസിഡന്റ് ഉണ്ട്. പ്രഭുപാദ് വലിയൊരു ഗോഡൌൺ ഉണ്ടായിരുന്നു, ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റിന്റെ ഗോഡൌൺ. അപ്പൊ പ്രഭുപാദ് അത് വിസിറ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പം രാമേശ്വരം പ്രഭുവാണ് ആ ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റിന്റെ ഇൻചാർജ്. അപ്പൊ അദ്ദേഹം എല്ലാം കാണിച്ചു. ഒരു സ്ഥലത്ത് ബുക്സുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്, മാഗസിൻ അടുക്കി വെച്ചേക്കുന്നത്, ഇങ്ങനെ അത് കൊണ്ടുപോകാനായിട്ട് ഒരു ഫോർക്ക് ലിഫ്റ്റ് ഒക്കെ ഉണ്ട്, അതെല്ലാം കാണിച്ചു. പിന്നെ പ്രഭുപാദിന്റെ ലെക്ചേഴ്സ്, ഓരോ വട്ടത്തിലുള്ള ലെക്ചേഴ്സും അത് ഏത് ശ്ലോകത്തിലാണ് അത് കാറ്റലോഗ് ചെയ്തിട്ട് അത് ടേപ്പാക്കി 1 മിനിറ്റിൽ 3 ടേപ്പ്. അന്നത്തെ കാലത്ത് അത് ഭയങ്കര ഫാസ്റ്റാണ്. 1 മിനിറ്റിൽ 3 ടേപ്പാക്കി അത് ഓരോ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന ഇങ്ങനെ പ്രഭുപാദ് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കാണുമ്പോൾ. ഇത്രയും വലിയൊരു ഗോഡൌണിൽ ഇതെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ. അമേരിക്കൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഓഫീസിൽ ചെന്നപ്പോഴത്തേന് അവിടെ സ്വരൂപ് ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സർവീസ് എന്താ വെച്ചാലും ബാക്ക് ടു ഗോഡ് മാഗസിനിലും ഒക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു കറസ്പോണ്ടൻസിനൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അഡ്രസ്സ്. അപ്പോൾ ആൾക്കാർ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് ഇദ്ദേഹത്തിന് എഴുതും. അപ്പൊ ഇദ്ദേഹം അത് തിരിച്ച് അതിന് റിപ്ലൈ കൊടുക്കും. അപ്പൊ പ്രഭുപാദ് ഇത് കണ്ടിട്ട് പറഞ്ഞ് ഞാൻ ബോസ് കമ്പനിയിൽ, അദ്ദേഹം പ്രഭുപാദ് ആദ്യം ബോസ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാർമസ്യൂട്ടിക്കൽ ഇതായിട്ട്. അപ്പം പ്രഭുപാദ് പറഞ്ഞു, ഞാനും ഈ കാര്യം തന്നെയാണ് ചെയ്തത്. ഇങ്ങനെ ഓരോ മരുന്നുകൾ കൊടുക്കുമ്പോഴും ആ മരുന്നിനെ കുറിച്ച് ആരെങ്കിലും കൊറി എഴുതി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യും. എന്നിട്ട് അവർ വീണ്ടും ഇങ്ങോട്ട് ചെയ്യും, ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ റിപ്ലൈ ചെയ്ത് അവര് ഈ മരുന്നിന്റെ റെഗുലർ കസ്റ്റമറായിട്ട് മാറും എന്നാണ്. അപ്പൊ അവിടെ വെച്ച് പ്രഭുപാദ് ആ ഒരു പ്രിൻസിപ്പിൾ അവിടെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. നമ്മൾ ജനറലായിട്ട് എല്ലായിടത്തും ഭഗവാന്റെ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുക. നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം പോലെ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുക. മൂന്നാമത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പം ആരെങ്കിലും അവരുടെ ഉള്ളിൽ നിന്നൊരു സംശയങ്ങളോ മറ്റോ ചോദിക്കും. ആ സംശയങ്ങൾ അവർക്ക് അതിലേക്ക് കൂടുതലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മൾ സഹായിച്ച് അതിന് ആൻസർ കൊടുക്കുക, ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്ത് ആൻസർ കൊടുക്കുക എന്നുള്ള. അപ്പൊ പ്രീച്ചിങ്ങിന് ഈ 3 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് ജനറലായിട്ട് എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് അറിവ് കൊടുക്കുക, നമ്മൾ അതനുസരിച്ച് ജീവിക്കുക.
മൂന്നാമത് ആ ഒരു ഇൻക്വിസിറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് പേഴ്സണൽ ഗൈഡൻസ് കൊടുത്ത് അവരെ ഭക്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ ഒരു പ്രീച്ച് ചെയ്യുന്നതിന്റെ അടിസ്ഥാന തത്വം എന്താണെന്നുള്ളത് പ്രഭുപാദ് അവിടെ വെച്ച് എല്ലാവർക്കും പറഞ്ഞു.